കണ്ണൂർ പിണറായി വെണ്ടുട്ടായിലുണ്ടായ സ്ഫോടനം പടക്കം പൊട്ടിയാണെന്ന് എഫ്ഐആർ. സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിൽ പരിക്കേറ്റ വിപിൻ രാജിനെതിരെ കേസെടുത്തു. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ചേരുന്നു. ബിജീഷ്, പടക്കം പൊട്ടിയാലൊക്കെ കൈപ്പത്തി ഏറ്റുപോകുമോ? സ്വാഭാവികമായി തോന്നുന്നത് തന്നെയാണ്. ഇന്നലെ ഉച്ചക്ക് 1 മണി കഴിഞ്ഞ ഘട്ടത്തിലാണ് പിണറായി കനാൽക്കര എന്ന് പറയുന്ന സ്ഥലം, വെണ്ടുട്ടായിക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഈ സ്ഫോടനം നടക്കുന്നത്. ആദ്യം ബോംബ് സ്ഫോടനം എന്നുള്ളതായിരുന്നു ലഭ്യമായിരുന്ന വിവരം. ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതായിരുന്നു പറയപ്പെട്ടത്. അതിനെ തുടർന്ന് ഈ വിപിൻ രാജ് വലത് കൈ 3 വിരലുകൾ അറ്റുപോയ വിപിൻ രാജിനെ അപ്പോൾ തന്നെ ചാലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊക്കെ ഇത് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വൈകിട്ടോടുകൂടിയാണ് CPM നേതൃത്വം ഇക്കാര്യത്തിനകത്ത് പടക്കമാണ് പൊട്ടിയെന്നുള്ളൊരു വാദവുമായി രംഗത്തെത്തി. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയോടുകൂടി പിണറായി പോലീസ് സ്റ്റേഷനിലെ രേഖപ്പെടുത്തിയ FIR-ലാണ് പടക്കമാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അശ്രദ്ധമായി ഉപയോഗിച്ചതിന്റെ പേരിലാണ് വിപിൻ രാജിനെ പ്രതി ചേർത്തുകൊണ്ട് പിണറായിയിലെ പോലീസ് അജിൻ. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും പടക്കം പൊട്ടിയാണ് കൈപ്പത്തിയേറ്റത് എന്നാണ് ഇപ്പോൾ പോലീസിലെ FIR-ലുള്ളത്. ബോംബ് പടക്കമാവുന്നത് എങ്ങനെയെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. ബോംബ് നിർമ്മാണത്തിനിടെയല്ല ഈ അപകടമുണ്ടായതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ ഇതിന് പിന്നിലെന്ന് അറിയില്ല. എന്തായാലും അശ്രദ്ധമായി പടക്കം കൈകാര്യം ചെയ്തതിനാണ് ഇപ്പോൾ ഈ വിപിനെതിരെ കേസെടുത്തിട്ടുള്ളത് എന്നാണ് ബിജീഷ് ഗോവിന്ദൻ നൽകുന്ന വിവരം.